ഹായ് ഗുഡൂസ്, ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോണത് എൻ്റെ നൈറ്റ് ടൈം സ്കിൻ കെയർ റൊട്ടീനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഹെയർ നന്നായിട്ട് സെക്യൂർ ചെയ്ത് കെട്ടിവെക്കാം. എൻ്റെ ഹെഡ് ബാൻഡ് കാണുന്നില്ല, അല്ലെങ്കിൽ ഞാനത് യൂസ് ചെയ്തേനെ. അപ്പോൾ ഫേസിലോട്ട് മുടി വരാത്ത വിധം കെട്ടിവെക്കാം. എന്നിട്ട് നമ്മൾ ഫോളോ ചെയ്യാൻ പോണത് ഒരു ഡബിൾ ക്ലെൻസിങ് ആണ്. അപ്പോൾ അതിന് വേണ്ടി ഡ്രസ്സ് മാറാം. അപ്പം ഞാൻ ഡബിൾ ക്ലെൻസിന് വേണ്ടിയിട്ട് ഒരു ക്ലെൻസിങ് ഓയിലോ ക്ലെൻസിങ് ബാമോ അല്ലെങ്കിൽ ഒരു മൈസെലർ വാട്ടർ യൂസ് ചെയ്യും. നിങ്ങൾക്ക് വേണമെങ്കിൽ നോർമൽ കോക്കനട്ട് ഓയിലൊക്കെ യൂസ് ചെയ്യാം. ഞാൻ ഈ ഗാർണിയറിൻ്റെ രണ്ട് മൈസെലർ വാട്ടർ ഉണ്ട്. ഒരെണ്ണം യെല്ലോ കളർ, ഒരെണ്ണം പിങ്ക് കളർ, രണ്ട് യൂസ് ചെയ്തിട്ടുണ്ട്. നല്ലതാണ്. പിന്നെ ബയോഡർമയുടെ മൈസെലർ വാട്ടറും അടിപൊളിയാണ്. അത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ മുഖം നന്നായിട്ട് ഫേസ് വാഷ് ഇട്ട് കഴുകും. ഡോട്ട് ആൻഡ് കീ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ 1 മിനിറ്റ് ഫേസ് വാഷ് ഇട്ട് കഴുകണം, അല്ലെങ്കിൽ ഒരു 50 സെക്കൻഡ്സ് എങ്കിലും. അപ്പം ഞാൻ ഫേസ് വാഷൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഞാനൊരു ടോണർ യൂസ് ചെയ്യും. ഈ ടോണർ സിറം എസൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെപ്പറേറ്റ് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ബട്ട് ഞാനിങ്ങനെ മൾട്ടിപ്പിൾ പ്രൊഡക്ട്സ് ട്രൈ ഔട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ടോണർ യൂസ് ചെയ്യുന്നത്. അബീബിൻ്റെ ടോണറാണ്. റിവ്യൂസ് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതിൻ്റെ സൺസ്റ്റിക്കാണ് ഫസ്റ്റ് വൈറലായ സൺസ്റ്റിക്ക്, അബീബിൻ്റെ ഒരു സൺസ്റ്റിക്ക്. അപ്പോൾ ആ ബ്രാൻഡിൻ്റെ സെയിം ഒരു കൊറിയൻ ബ്രാൻഡാണ്. അതിൻ്റെ തന്നെ ടോണറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നല്ലൊരു ഗ്ലോ തരും. നൈറ്റ് നമ്മൾ ഇട്ടിട്ട് രാവിലെ എണീക്കുമ്പോൾ നല്ലൊരു ഗ്ലോ തരും. അത് കഴിഞ്ഞിട്ട് ഞാൻ ബോഡി വൈസിൻ്റെ സ്നെയിൽ മ്യൂസിനാണ് യൂസ് ചെയ്യണത്. ഇത് നമ്മുടെ കോസാറക്സ് സ്നെയിൽ മ്യൂസിനില്ലേ, അതിൻ്റെ സെയിം എഫക്റ്റാണ് തരുന്നത്. എന്ന് പറഞ്ഞാൽ സെയിം അതിട്ട് കഴിഞ്ഞാലുള്ള ഒരു ഗ്ലോയും കാര്യങ്ങളൊക്കെയാണ് രാവിലെ എണീക്കുമ്പോൾ തരുന്നത്. ബട്ട് റേറ്റ് ഭയങ്കര കുറവാണ്. 500 സംതിങ് ഉള്ളതെന്നാണ് എൻ്റെ ഓർമ്മ. കോസാറത്ത് 1500 അങ്ങനെ എന്തോ ഒരു റേറ്റ് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഓരോ സ്റ്റെപ്പിനും കഴിഞ്ഞതിന് ശേഷം ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അതൊന്ന് ഒരു പെനട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യാൻ പോണത് ഒരു ഐ ക്രീമാണ്. എൻ്റെ ഐസൊക്കെ ഭയങ്കര ഡാർക്കായിട്ടുണ്ട്. കുറേ വർക്കിൻ്റെ സ്ട്രെസ്സിൻ്റെ ഒക്കെ കാരണമാണ്. ഇതിപ്പോൾ ദുബായിൽ പോയിട്ട് സെറ്റാക്കി എടുക്കണം. അടിപൊളി വിഷ് കെയറിൻ്റെ ഐ ക്രീമാണ്. നെക്സ്റ്റ് ഞാൻ ഒരു റെറ്റിനോൾ സിറം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 25+ ആയവർക്കൊക്കെ നമുക്ക് റെറ്റിനോൾ സിറം അല്ലെങ്കിൽ റെറ്റിനോൾ ക്രീം യൂസ് ചെയ്യാം. അതുപോലെ കോപ്പർ പെപ്റ്റൈഡ്സ് ഒക്കെ യൂസ് ചെയ്യാം. ഇതൊട്ട് ആൻറ്റി ഏജിങ്ങിൻ്റെ ഇൻഗ്രീഡിയൻസ് കുറച്ചും കൂടിയും സ്കിൻ കെയറിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിൽഗ്രിമിൻ്റെ സ്കിൻ ബാരിയർ റിപ്പയർ മോയ്സ്ചറൈസിങ് ക്രീം, ഇത് അടിപൊളി ക്രീമായിട്ട് ഒരു കൈൻഡ് ഓഫ് ഭയങ്കര ഒരു സെറമൈഡ്സും കുറേ നല്ല ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉള്ള ക്രീമാണ്. റിവ്യൂസൊക്കെ വേണ്ടവർ ഡീറ്റെയിൽഡായിട്ട് വേണ്ടവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ നമ്മുടെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാൻ മോയ്സ്ചറൈസർ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഡബിൾ മോയ്സ്ചറൈസിങ് മെത്തേഡ് യൂസ് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ വാസലിൻ അല്ലെങ്കിൽ ഒരു ഫേസ് ഓയിൽ യൂസ് ചെയ്യും, അല്ലെങ്കിൽ നല്ല തിക്കായിട്ടുള്ള വല്ല ക്രീം ലൈക്ക് നിവ്യയുടെ തിക്ക് ക്രീം അതുപോലത്തെ എന്തെങ്കിലും യൂസ് ചെയ്യും. ഈ ഓയിൽ ശരിക്കും എൻ്റെ ലിപ് പിഗ്മെൻറ്റേഷൻ മാറ്റാനായിട്ട് കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കുറേ നാളായിട്ട് ഞാനിത് യൂസ് ചെയ്യാറില്ല. തിരക്കും കാര്യങ്ങളൊക്കെ പ്രോപ്പർ സ്കിൻ കെയർ ഞാൻ ഫോളോ ചെയ്യാറില്ല. അതുകൊണ്ടാണ് സ്കിൻ ഇങ്ങനെ. അല്ലെങ്കിൽ നല്ല സെറ്റായിട്ടിരിക്കുന്ന സ്കിന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ലിപ് ബാം, പോയിൻ്റെ ലിപ് ബാം, ഇത് വലിയ കാര്യമില്ലാത്ത ഇപ്പോൾ ലിപ് ബാമാണ്. ഇത് ഞാൻ ജസ്റ്റ് ട്രൈ ഔട്ട് ചെയ്യാൻ വേണ്ടി മേടിച്ചതാണ്. തേക്കുന്ന ടൈമിൽ ഭയങ്കര ഒരു ഹൈഡ്രേഷനും കാര്യങ്ങളായിരിക്കും. പക്ഷേ 3-4 മണിക്കൂർ കഴിഞ്ഞാൽ പോകും. ഒരു വാസ്ലിൻ്റെ ഹൈഡ്രേഷൻ പോലെ ആയിരിക്കും. വാസ്ലിൻ അടിപൊളി ഒരു ലിപ് ബാം ആട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഹെയർ കെയറിലോട്ട് കിടക്കും. ഹെയർ കെയറിൽ ഞാൻ ജസ്റ്റ് ചെയ്യണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ വിഷ് കെയറിൻ്റെ ഹെയർ സീറം അത് മാത്രമാണ്. ഇതിപ്പോൾ ഞാനൊരു ഒരു കൊല്ലമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഈ വിഷ് കെയറിൻ്റെ ഹെയർ സീറം. ഇത് ഞാനിങ്ങനെ ഓരോ ഹെയറിൻ്റെ പോർഷൻ എടുത്തിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കും. എൻ്റെതാണെങ്കിൽ നല്ല കേളി ഹെയറാണ്. ഇതുപോലെ അല്ല, ശരിക്കും നല്ല കേളി ഹെയറാണ്. ഇപ്പം ഞാൻ ഹെയർ മര്യാദക്ക് നോക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ അലമ്പായി കിടക്കണേ. അതുപോലെ കണ്ടിന്യൂസ് സ്ട്രെയിറ്റനിങ്ങും അതൊക്കെ ആയിട്ട് ആകെ ഡാമേജ് ആയി കിടക്കുകയാണ്. അപ്പോൾ എൻ്റെ കേളി ഹെയർ ആയത് കാരണം ഇങ്ങനെ ഓയിലായിട്ടുള്ള സാധനങ്ങൾ സിറംസ് ഒന്നും പറ്റില്ല. എസ്പെഷ്യലി മിനിമലിസ്റ്റിൻ്റെ അതൊന്നും പറ്റത്തില്ല. ഇത് അടിപൊളി സിറമാണ്. അപ്പോൾ ബൈ.